പാപിയാമെന്നെയും ദൈവനീതിയാക്കി മാറ്റി, ദ്രോഹിയാമെന്നെയും നിൻ പ്രിയനാക്കി മാറ്റി. പാപിയാമെന്നെയും ദൈവനീതിയാക്കി മാറ്റി, ദ്രോഹിയാമെന്നെയും നിൻ പ്രിയനാക്കി മാറ്റി. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിക്കുവാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കാതിരിക്കാൻ, എല്ലാവരും നശിക്കുന്നത് പോലെ നശിക്കാതിരിക്കാൻ, എല്ലാവരും തകരുന്നത് പോലെ തകരാതിരിക്കാൻ ഞാൻ നിന്നോട് ഒരു നിയമം ചെയ്യും. അതിൻ്റെ അർത്ഥം എല്ലാവരുടെ കൂടെ നീ നശിക്കാനുള്ളവനല്ല, എല്ലാവരുടെ കൂടെ നീ തകരാനുള്ളവൻ അല്ല. എല്ലാവർക്കും സംഭവിക്കുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ നിനക്ക് സംഭവിക്കാനുള്ളതല്ല. കാരണം നിന്നോട് എനിക്കൊരു പ്രത്യേക സ്നേഹവും കരുണയും കൃപയും ദയയും അതിൻ്റെ മുകളിൽ ഒരു ഫേവറും ഉണ്ട്. ആമേൻ. നിങ്ങൾ ചോദിക്കും, എന്നോടോ? യെസ്, നിങ്ങളോട് തന്നെ. അതെന്താ? നിങ്ങളല്ലേ ഈ വചനം കേൾക്കുന്നേ? വേറെ ആരും കേൾക്കുന്നില്ലല്ലോ. ഈ ദൈവത്തിൻ്റെ ഫേവർ ഉള്ളവർ മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ. അതാണ്, നിങ്ങൾ കേൾക്കുന്ന ഓരോ ദൂതുകളും നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളോടൊരു നിയമം ചെയ്യും. എല്ലാവരുടെയും കൂടെ നശിക്കാതിരിക്കാനൊരു നിയമം പറയുകയാണ്. നീയും നിന്റെ പുത്രന്മാരും നിന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻ എന്താ? പെട്ടകത്തിൽ കടക്കുക. നോഹയോട് പറയുകയാണ്, പെട്ടകത്തിൽ കടക്കുക, ഉറപ്പായിട്ടും രക്ഷപ്പെടും. ഓരോ കാലഘട്ടത്തിലും ദൈവം അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു ഓപ്ഷൻ, ഒരു സൊല്യൂഷൻ ഒരുക്കിയിട്ടുണ്ട്. നോഹയുടെ കാലത്ത് രക്ഷപ്പെടുവാൻ പെട്ടകമായിരുന്നു. മോശയുടെ കാലത്ത് രക്ഷപ്പെടുവാൻ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തമായിരുന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നടക്കാൻ പോകുന്ന ആ മഹാജയത്തിൻ്റെ ഓരോ സിഗ്നലുകളായിരുന്നു. ഇതെല്ലാം യേശുവിനെ പ്രതിനിധീകരിക്കുന്നതുമാണ്. രക്ഷപ്പെടാൻ പെട്ടകത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തകർച്ചകളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, യേശു. നീ യേശുവിനകത്തോട്ട് കയറുക, യേശുവിനകത്തേക്ക്. ഞാൻ ക്രിസ്തുവിൽ, ക്രിസ്തു എന്നിൽ. അങ്ങനൊരു ദൈവബന്ധത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും വരുന്നത് നിനക്ക് വരത്തില്ല. ദൈവത്തിന് നിന്നോടൊരു നിയമമുണ്ട്. ഈ ദൂതല്ലേ പുതിയ നിയമത്തിലേക്ക് വരും, ഞാൻ നിന്നോടൊരു നിയമം ചെയ്യും. ഇത് നിങ്ങളോടുള്ള എൻ്റെ പുതിയ ഉടമ്പടി. ഹല്ലേലൂയ.
പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ എൻ്റെ സമാധാനത്തിൻ്റെ ഉടമ്പടി നിന്നെ വിട്ട് മാറത്തില്ല. ഉറപ്പായിട്ടും എല്ലാവർക്കും വരുന്ന അനർത്ഥങ്ങളും അപകടങ്ങളും നിനക്ക് വരത്തില്ല. കാരണം നീ ഒരു സമൂഹമല്ല, നീ സഭയാണ്. സമൂഹം ലോകമാണ്, സഭ ദൈവത്തിൻ്റെ ശരീരമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കുന്നു, പ്രവചിക്കുന്നു, അറിയിക്കുന്നു, നീ സുരക്ഷിതമായിരിക്കും. ദേശത്തിനും രാജ്യങ്ങൾക്കും നീ ആയിരിക്കുന്ന സ്ഥലത്തും ഭീതിയുടെ നടുവിലായിരിക്കും നീ ആയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സുരക്ഷിതരാണ്. ഒരനർത്ഥം വരത്തില്ല. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി ഭയപ്പെട്ടല്ലേ കിടന്നുറങ്ങി? നിന്റെ കണ്ണിന്റെ മുമ്പിൽ അനർത്ഥങ്ങൾ നീ കണ്ടതല്ലേ? പക്ഷേ കർത്താവ് പറയുന്നു, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. അത് മുഴുവൻ പൂർത്തീകരിക്കേണ്ടത് എൻ്റെ ദൗത്യമാണ്. അതുകൊണ്ട് നീ ആരോഗ്യത്തോടിരിക്കും, നീ ജീവനോടിരിക്കും, അനർത്ഥങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞിരിക്കും. ചിലത് ഒഴിഞ്ഞു മാറിയിരിക്കും, ചിലത് നീങ്ങിപ്പോയിരിക്കും. കർത്താവ് നിന്നെ ജയോത്സവമായി സൂക്ഷിക്കും. ദൂത് മറക്കരുത്, നിന്നോട് എനിക്ക് ഒരു നിയമം ഉണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോട്ടെ. യേശുവേ, കർത്താവെ, അങ്ങ് ഞങ്ങളോട് ചെയ്ത ഉടമ്പടിക്കായി ഞങ്ങൾ നന്ദി പറയും. ഇന്നത്തെ ദിവസം അപ്പ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ ഒരു നാളും കൈവിടുകയില്ലെന്നും ഒരു നാളും ഉപേക്ഷിക്കുകയില്ലെന്നും അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉടമ്പടി എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടെന്നും അങ്ങ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയും. ആ ഉടമ്പടിയിലേക്ക് ഞങ്ങൾ കയറി നിൽക്കുന്നു. കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തുവിലുള്ള സകല നന്മകളും ഈ കുടുംബത്തിലേക്കും ഈ വ്യക്തിയിലേക്ക് വന്ന് ചേരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ സകല ഐശ്വര്യങ്ങളും അവരിൽ ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഈ ഒരു നല്ല വാഗ്ദത്തം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. യേശുവിലേക്ക് അവരെ എത്തിക്കണമേ. ഇവരുടെ കുടുംബത്തിൽ ചിലർ കർത്താവിനെ കണ്ടുമുട്ടാത്തവരുണ്ട്. അവർ പെട്ടെന്ന് കർത്താവിലോട്ട് വരട്ടെ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരത് സത്യമാണോ, ഇതിനകത്തേക്ക് ഇറങ്ങണോ എന്നൊക്കെ ആകുലപ്പെട്ടിരിക്കുന്നു. അവരെ കർത്താവിലേക്ക് നടത്തണമേ. യേശുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് അവരെത്തിക്കണമേ. പെട്ടകത്തിലോട്ട് കയറട്ടെ. യേശുവാകുന്ന പെട്ടകത്തിലേക്ക്, രക്ഷയാകുന്ന പെട്ടകത്തിലേക്ക്, ആമേൻ, നിത്യജീവനാകുന്ന പെട്ടകത്തിലേക്ക്, യേശുവാകുന്ന ആ ദൈവപുത്രൻ്റെ ഹൃദയത്തിലേക്ക് അവർ കയറട്ടെ. എല്ലാവരുടെയും കൂടെ ഇവരെ തകരത്തില്ലല്ലോ, എല്ലാവരുടെ കൂടെ ഇവർ നശിക്കത്തില്ലല്ലോ. ഇവരോടുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഉടമ്പടികൾക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, എല്ലാവിധ ബ്ലെസ്സിങ് അവരുടെ മേൽ വരട്ടെ. അവർ പ്രോസ്പെരിറ്റി പ്രാപിക്കട്ടെ, അവർ സൗഖ്യം പ്രാപിക്കട്ടെ, അവർ ആരോഗ്യം പ്രാപിക്കട്ടെ, അവരുടെ കുടുംബ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കട്ടെ. വരണ്ട ദേശത്ത് ആമേൻ അവർ വേർ മുളച്ച് കയറട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു, അവരെ ഉയർത്തുന്നു, സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളോടുള്ള ഈ ദൈവശബ്ദം കണ്ണുമടച്ച് വിശ്വസിക്കുക. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ഈ വാക്കുകൾ പറഞ്ഞോണം, എന്നോട് ദൈവത്തിനൊരു ഉടമ്പടിയുണ്ട്. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചിലവഴിക്കുക. ഇന്ന് അത്ഭുതങ്ങൾ കാണട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.